ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫിദ നഫൽ ഫ്രം മൈ ഫ്രഷ്. ഇന്ന് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടുന്ന ഫാബ്രിക്സ് ഒക്കെ വാങ്ങാറുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്സും നിയർ പ്ലേസ് തന്നെയാണ് കേട്ടോ, ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണ് വാങ്ങൽ. പിന്നെ ഇവിടെ നിന്ന് അവൈലബിൾ അല്ലാത്തതാണ് നമ്മൾ ഓൺലൈനിലും വാങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ലോക്കൽ പ്ലേസിൽ നിന്ന്, എൻ്റെ ടൗൺ പ്ലേസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കേട്ടോ. ഞാൻ ആദ്യം പോയത് പരാഗാണ്. പരാഗ് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും പരാഗിൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് തോന്നും. അപ്പം നമ്മൾ അവിടുന്ന് പോയി കുറച്ച് ഫാബ്രിക്സ് വാങ്ങാനുണ്ട്. അതുപോലെ തന്നെ കുറേ ഫാബ്രിക്സ് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കസ്റ്റമർ കളർ ചെയ്യാൻ വേണ്ടി അയക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മെറ്റീരിയൽസ് നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ടായിട്ട് ഈ ഒരു വെൽവെറ്റ് ഫാബ്രിക്കിൻ്റെ. അപ്പം അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പരാഗിൽ നിന്നാണ് കേട്ടോ. പരാഗിൽ നമുക്ക് പയ്യന്നൂർ നമ്മളെ ലൊക്കേഷനിൽ ഈ ഫാബ്രിക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. മോഡസ്റ്റ് വെയർസ് നമ്മൾ പേഴ്സണലി ഇപ്പം ഈദിൻ്റെ ഒക്കെ ഓർഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ മെറ്റീരിയൽസൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ വാങ്ങി. പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ നേരെ താഴേക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ താഴെ പോയപ്പോഴാണ് കുറേ നല്ല കോട്ടൺ ഫാബ്രിക്കിൻ്റെ കളക്ഷൻസ് കണ്ടത്. അപ്പോൾ നമ്മൾ സമ്മറിൽ എൻ്റെ മോൾക്ക് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കോട്ടൺ. പക്ഷേ എനിക്കൊന്ന് ഇപ്പം നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട്, പിന്നെ ഇപ്പം നമുക്ക് മഴയല്ലേ, അപ്പം പിന്നെ കോട്ടൺ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ അന്ന് വാങ്ങിയതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ വാങ്ങാനും ഒരു മടിയായി. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി പരാഗത്ത് പേയ്മെൻറ്റ് ചെയ്തു. പിന്നെ നേരെ അബാവിൽ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയിട്ടോ. അവിടെയും കുറേ ഫാബ്രിക്സ് എനിക്ക് പിക്സും വീഡിയോസൊക്കെ കസ്റ്റമറിന് അയച്ചിട്ട് കൺഫേം ചെയ്യാനുണ്ടായത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ മെറ്റീരിയൽസിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു. പിന്നെ പരാഗിൽ നിന്ന് കിട്ടാത്ത കുറച്ച് നെറ്റ് ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് വാങ്ങി. കുറച്ച് കളേഴ്സ് നമുക്ക് ഷെയ്ഡ്സ് ഉണ്ടാവുമല്ലോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലൊക്കെ. അപ്പോൾ അത് അപ്പുറം കിട്ടാത്തത് ഇപ്പുറത്ത് വാങ്ങി, ഇപ്പുറത്ത് കിട്ടാത്ത അപ്പുറത്ത് വാങ്ങും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ നേരെ നമ്മൾ ത്രെഡ് ഹൗസിലേക്ക് പോയി. എനിക്ക് കുറച്ച് എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ത്രെഡ് ഞാൻ ലാസ്റ്റ് ഡേ വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രെഡ് എനിക്കധികം വാങ്ങാനുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ അതുപോലെ തന്നെ ഒരു ഗൗണിന്, എനിക്ക് മോമിൻ്റെ ഗൗണിന് കപ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കപ്പും കൂടെ വെക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എലാസ്റ്റിക്കും. ഈ ബ്ലാക്ക് എലാസ്റ്റിക് നമ്മൾ ഫ്രോക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഹെയർ ബോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്ട്രാ കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ മോളെ പോലെ മുടിയൊന്നും അധികം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഹെയർ ബോ ഒന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. 1 ഇയർ ബേബിക്കൊക്കെ. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിന് ഇതുപോലെ ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡിന് എലാസ്റ്റിക്കും കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ സ്കേർട്ടിനും പാൻറ്റിനൊക്കെ വെക്കാൻ വേണ്ടിയുള്ള എലാസ്റ്റിക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 25 മീറ്റേഴ്സ് വരുന്നൊരു റോള് അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. 1.5 ഇഞ്ച് വിടുത്ത് വരുന്നത്. ഇനി ഈ ഒരു കപ്പും കേട്ടോ, ഇതാണ് കപ്പ്, നമ്മൾ ഇൻസൈഡ് പാഡ് വെക്കുന്ന ആ ഒരു കപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. ഇപ്പോൾ 2-3 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ നന്നായി ക്ഷീണിച്ചിട്ടോ. അപ്പോൾ വേഗം വീട്ടിലേക്ക് വിടാമെന്ന് വെച്ചു. വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു അവിൽ മിൽക്ക് ഷേക്കിൻ്റെ ഷോപ്പ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 ഗ്ലാസ് അങ്ങ് വാങ്ങി. ഞാൻ സിസ്റ്ററിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ പർച്ചേസിങ്. ഇപ്പോൾ പുതിയ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.